ആഖിറത്തിൽ വിജയിക്കുന്ന ആൾക്കാരുടെ 6 അടയാളങ്ങൾ മഹാനായ അബു അലി അൽ ഹസൻ ഇബ്നു അലി അൽ ജൗസജാനി റഹ്മഹുല്ലാഹ്, അബു അലി അൽ ഹസൻ റഹിമഹുല്ലാഹ് വിവരിക്കുകയാണ്, മിൻ അലാമാത്തി സഅദത്തി അലൽ അബ്ദി, ഒരാൾ വിജയിക്കുന്നതിന്റെ അടയാളങ്ങൾ എന്തെല്ലാം. ഒരാൾ ആഖിറത്തിൽ വിജയിക്കുന്ന ആളാണെങ്കിൽ അയാളിൽ ഉണ്ടാവുന്ന അടയാളങ്ങൾ മഹാനവറുകൾ എഴുതി വെക്കുകയാണ്. ഒന്ന്, തൈസീറു ത്വാഅത്തി അലൈഹി, അയാൾക്ക് ഇബാദത്ത് ചെയ്യാൻ വലിയ എളുപ്പം ഉണ്ടാവും. അയാൾക്ക് നിസ്കാരം, നോമ്പ്, സിയാറത്ത്, സുഹൃതങ്ങൾ, ഇതൊക്കെ അയാൾക്ക് വലിയ ഇഷ്ടത്തോടുകൂടി അയാൾ ചെയ്യും. അയാൾക്കത് സിമ്പിളാണ്. എല്ലാ തിങ്കളാഴ്ചയോ സുന്നത്തോം പോക്കാന് എന്നെ കൊണ്ടൊന്നാവില്ല മോനെ. മൂപ്പർക്ക് 46-56 കൊല്ലായിട്ടുണ്ടോ മൂപ്പര് എല്ലാ തിങ്കളാഴ്ച സുന്നത്തോം കൊടുക്കണ്ടോ? നീ എങ്ങനെയാ മോനെ സുബിക്ക് ഇത്ര നേരത്തെ ഉണർന്നിട്ട് പള്ളിയിലേക്കല്ല പോണത്? എൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് 1/4 മണിക്കൂറില്ലേ? ആ ചോദ്യം കേൾക്കുമ്പോഴാണ് മൂപ്പർക്ക് എന്നെ തോന്നുന്നത് ഇത് വലിയ ടഫായിട്ടാണ്. മൂപ്പർക്ക് ജീവിതത്തിന്റെ സാധാ ക്രമം പോലെയാണ്. ഒരാൾക്ക് ഇബാദത്തിന് എളുപ്പം കിട്ടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അയാളെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അയാൾ വിജയിക്കുന്ന ഗണത്തിൽപ്പെട്ട ആളാണ് എന്ന് മനസ്സിലാക്കാം. അത് മഹാന്മാര് ഒന്നാമത്തെ അടയാളം പറഞ്ഞു, തൈസീറു ത്വാഅത്തി അലൈഹി, അയാൾക്ക് ഇബാദത്തിന് എളുപ്പമുണ്ടാവും. സുന്നത്തുസ്കാരം എന്നൊക്കെ പറഞ്ഞു മൂപ്പർക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഒരു ദിവസം പോലും വിത്ർ, ളുഹ, തഹജ്ജുദ് ഒഴിവാക്കി. അതാണ് സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരാളുടെ ഖൽബ് ശുദ്ധിയായിട്ടുണ്ടെങ്കിൽ ഖുർആൻ എത്ര ഓതിയാലും വയറ് നിറയൂല. ഖൽബ് ഒരാളുടേത് ശുദ്ധി ആയിട്ടില്ലെങ്കിലോ 2 പേജ് ഓതുമ്പോൾ തന്നെ മടുപ്പ് വരും. അൽകഫ് ഓതുമ്പോ ഇതെന്തൊരു തീരാത്ത കുറെ ഉണ്ടല്ലോ, യാസീൻ ഇതെന്ത് തീരാത്ത, മൂപ്പർക്ക് അതൊരു മടുപ്പായിരിക്കും. അല്ലാഹ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ, ഖൽബ് ശുദ്ധിയായിട്ടുണ്ടെങ്കിലോ, ആഖിറത്തിൽ വിജയിച്ചിട്ടുണ്ടെങ്കിലോ, തൈസീറു ത്വാഅത്തി അലൈഹി, അയാൾക്ക് ഇബാദത്തിന് ഒരു എളുപ്പമുണ്ടാവും. അത് അല്ലാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളാണ്. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ അയാൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു ഗുണമാണ് ഇബാദത്ത് ചെയ്യാനുള്ള ഉന്മേഷം. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹുവിന്റെ അൽ അൻവാറുൽ ഖുദ്സിയ്യ ഫി ആദാബുൽ ഉബൂദിയ്യ എന്ന കിതാബിൽ കാണാം, അയാൾ ഇബാദത്ത് ചെയ്യണ്ടെന്ന് വിചാരിച്ചാലും അയാൾ ഇബാദത്ത് ഇങ്ങനെ ചെയ്യും. എല്ലാ ദിവസവും മൂപ്പര് തസ്ബീഹ് നിസ്കരിക്കാറില്ല, പക്ഷെ മൂപ്പരങ്ങ് നിസ്കരിക്കും. എന്തായാലും സമയമുണ്ടല്ലോ, കുറച്ച് നിസ്കരിച്ചേക്കുക. അങ്ങനെ മൂപ്പർക്ക് ഒരു ശീലമായി രൂപപ്പെടും. ഓരോ ദിവസം കഴിയുന്നവർ മൂപ്പരുടെ ഇബാദത്ത് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത് അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളാണ്. ഇബാദത്തിന് മടിയന്മാരാവരുത്, എപ്പോഴും സുന്നത്തുകൾ ഒഴിവാക്കുന്നവരാവരുത്. ജമാഅത്ത് നിസ്കാരത്തോട് നമുക്ക് താല്പര്യം ഉണ്ടാവണം. എല്ലാ ദിവസവും ഹദ്ദാദ് റാത്തീബ് ചൊല്ലണം. ഇപ്പൊ ഒരു ഉദാഹരണം നോക്കി, നമ്മുടെ ഉമ്മാമ്മമാര് അവരെല്ലാ ദിവസവും യാസീൻ, മുൽക്ക്, സജദ, റഹ്മാൻ, ദുഖാൻ, വാഖിയ, മുസമ്മിൽ, ജിന്ന് എല്ലാം ഓതും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ഉമ്മയുടെ ഉമ്മ അവർ മരിച്ചുപോയി, അള്ളാഹു അവരെ ഖബർ സ്വർഗ്ഗാക്കട്ടെ. ഒരു ദിവസം നമ്മളെ നാട്ടിലെ വയലിന് പോകുമ്പോൾ ഉമ്മാമ്മയുടെ കൈ പിടിച്ച് ഇങ്ങനെ, കുറച്ച് പ്രായമായതുകൊണ്ട് കൈ പിടിച്ച് കൊണ്ടുപോവാ. അപ്പൊ അവിടെ എത്താറാവുമ്പോ ഉമ്മാമ്മ കരഞ്ഞുകൊണ്ട് കരച്ചിലോടെ പറയണത്, എൻ്റെ ദുഖാൻ ഓതിയിട്ടില്ല, ബാക്കിയല്ലേ തീർന്നിട്ടുണ്ട്, ദുഖാൻ ഓതിയിട്ടില്ല. കണ്ടോ, അവർക്കത് ഭയങ്കര സങ്കടമാണ്. പഴയകാല ഉമ്മാമ്മമാര് ആകെ 4ാം ക്ലാസ് വരെയൊക്കെ മദർസ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അവർക്കൊരു സൂറത്ത്, സബഉൽ മുൻജിയാത്തുനിന്ന് ഒരു സൂറത്ത് ഒഴിവാക്കിയാൽ 6 ഓതിയിട്ടുണ്ടാവും, 7ാമത്തെ ഒഴിവാക്കിയാൽ തന്നെ അവർക്ക് വിഷമമാണ് സംഭവം. അവർക്ക് ഇബാദത്ത് ഒരു സിമ്പിളാണ്. എല്ലാ ദിവസവും യാസീൻ ഓതും, എല്ലാ ദിവസവും മുൽക്ക്, എല്ലാ ദിവസവും ദുഖാൻ, എല്ലാ ദിവസവും റഹ്മാൻ, എല്ലാ ദിവസവും വാഖിഅ, അവരെല്ലാ ദിവസവും ഓതും. അതേസമയത്ത് നമ്മളോ ഒരു മുൽക്ക് സൂറത്ത് ഓതിക്കിട്ടാൻ തന്നെ കുറച്ചിൻ്റെ ഓത, ഏതായാലും ഇപ്പോൾ ഒതുമില്ല, കുറച്ചിൻ്റെ ഓത ഏതായാലും ഉറങ്ങാനായിട്ടില്ല, കുറച്ചിൻ്റെ ഓത അതിനെ ഒതുമില്ല. ഇബാദത്ത് ഒരാൾക്ക് തലവേദന പോലെ ആവുന്നുണ്ടെങ്കിൽ അയാളുടെ ഖൽബ് ശുദ്ധിയായിട്ടില്ല എന്നർത്ഥം. ഒരാളുടെ ഖൽബ് മരിച്ചുപോയതിൻ്റെ അടയാളം അല്ലാ യജിദ ലിത്വാഅത്തി സമറ, ഇബാദത്ത് ചെയ്യാൻ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളത്. ഇബാദത്ത് ചെയ്യാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. മഹാനായ ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിനെ
ശത്രുക്കൾ തൂക്കിക്കൊല്ലാൻ വേണ്ടി തൂക്കുമരത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. മഹാനവറുകളോട് ശത്രുക്കൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ലാസ്റ്റത്തെ ആഗ്രഹം? മഹാൻ പറഞ്ഞു, ഒരു 2 റക്അത്ത് നിസ്കരിക്കണമായിരുന്നു. കണ്ടോ ആഗ്രഹം, കണ്ടോ? നിസ്കാരം കഴിഞ്ഞിട്ട് മഹാൻ പറയാ, കുറേ സമയം നിസ്കരിക്കണമെന്നുണ്ട്, പക്ഷെ നിങ്ങൾ വിചാരിക്കും എനിക്ക് മരണം പേടിയായതുകൊണ്ട് നിസ്കാരം ദീർഘിപ്പിക്കുന്നതാണ്. എനിക്ക് എൻ്റെ അള്ളാഹിനോട് വർത്താനം പറഞ്ഞിട്ട് പൂതി തീർന്നിട്ടില്ല. അവർക്ക് ഇബാദത്ത് ഒരു ആനന്ദമാണ്. ഒരു മഹാൻ അള്ളാഹുവിനോട് ഖുർആൻ ഓതുമ്പോൾ ദുആരക്കുമ്പോൾ പറയുന്നുണ്ട്, എന്താ റബ്ബേ ഖുർആനിൽ വലിയ സൂറത്തൊന്നും ഇറക്കിയിട്ടില്ലല്ലോ, ആകപ്പാട് അൽ-ബഖറ ആലിമ്രാനൊക്കെ അല്ലേ ഉള്ളൂ, അതൊക്കെ 2-2.5 മണിക്കൂർ കൊണ്ട് ഓതിത്തീരുന്നുണ്ടല്ലോ, ഒരു ദിവസം ഫുൾ ഓതാൻ പറ്റുന്ന ഒരു സൂറത്തൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. അപ്പോഴാണ് നമ്മൾ സൂറത്തുകൾ ഓതാതെ റുക്കൂയിലേക്ക് പോകണത്. നമുക്ക് ഓത്തുണ്ടോ? കൂട്ടുകാരെ, എത്ര കാലം നമ്മൾ ഇങ്ങനെ ജീവിക്കല്, ഇങ്ങനെ അലസമായിട്ട് ജീവിക്കല്. ഇപ്പൊ ഈ വയല് കഴിഞ്ഞാലും ഈ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം ഞാൻ അങ്ങോട്ട് പറഞ്ഞാലോ, എന്ത് നല്ല വയലുണ്ടാവരെ അടുത്തോലും വിളിക്കാല്ലേ. ഫീഡ്ബാക്കുകളിൽ തീർന്നില്ലേ നമ്മുടെ വയലിന്റെ സദസ്സുകളുടെ കഥ? അല്ലെങ്കിൽ അടുത്തോലും ഒപ്പരെ വിളിക്കേണ്ട, ഒപ്പര ഒരു രസമില്ല, ഒപ്പര സ്റ്റൈൽ തീർന്നില്ലേ നമ്മുടെ കാലം? ഇതാണ് ഓരോ വയലിന്റെയും ഫീഡ്ബാക്ക് കിട്ടേണ്ടത്. ഇന്നത്തെ പരിപാടി കൊണ്ട് ഞാൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും എന്താണ് പുതുതായി ജീവിതത്തിൽ ഉണ്ടായത് എന്ന ആലോചന പങ്കുവെക്കുമ്പോഴല്ലേ ഈ വയലിന്റെ മജ്‌ലിസ് സാർത്ഥകമാവുന്നത്. എത്ര ചെലവുണ്ട് ഈ പരിപാടികൾക്കൊക്കെ. അങ്ങനെയല്ലേ നമ്മൾ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ സാബിത്ത് ബിൻ അസ്ലം അൽ ബുനാനി റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് മഹാനവറുകളെ ഖബറിലേക്ക് താഴ്ത്തി വെച്ചു. ആ സമയത്ത് ഖബറിന്റെ മുകളിൽ വെക്കുന്ന കല്ല് ഒന്ന് താഴെ വീണുപോയി. ഖബർ കുഴിക്കുന്ന ആൾ ആ കല്ലെടുക്കാൻ വേണ്ടി താഴെ ഇറങ്ങിയപ്പോൾ കണ്ട അത്ഭുതം എന്താണെന്നറിയോ? ആ മഹാൻ ഖബറിന്റെ ഉള്ളിൽ നിന്ന് നിസ്കാരം ആരംഭിച്ചിട്ടുണ്ട്. ഖബറടക്കം പൂർത്തിയായിട്ടില്ല, അതിനു മുന്നേ എണീറ്റ് നിസ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഈ മുഅ്മിനീങ്ങൾക്കെല്ലാം അത്ഭുതം വന്നു. വേഗം ദഫൻ പൂർത്തിയാക്കി, ഖബറടക്കം പൂർത്തിയാക്കി.